മാക് ടി വിയുടെ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടീം എൽസോളിനെയാണ്. ടീം എൽസോളിനെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിക്കാർക്കും അതിനപ്പുറത്തേക്കുമൊക്കെ കൂടുതൽ പരിചിതമാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ടീം എൽസോളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ടിൻസു ഉണ്ട്, അതുപോലെ തന്നെ മാനേജിംഗ് പാർട്ട്ണർ റോബിനുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഈ പോഡ്കാസ്റ്റിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ നടന്ന ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലാണ് ഞാൻ കുറച്ചുകൂടി എൽസോളിനെ പറ്റി ബെറ്ററായിട്ട് കേൾക്കുന്നത്. സോ എന്താണ് എൽസോൾ, നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത്? ഈ 31st ഈവനിങ്ങിൽ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ നമ്മൾ കൊച്ചിനെയൊക്കെ ഒരു റെഫറൻസ് ആക്കി ഒന്ന് ട്രൈ ചെയ്തതാണ്. ഒരു ചങ്ങനാശ്ശേരി കാർണിവൽ പോലെ ബോണാനോ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. അപ്പം നല്ല റീച്ചായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയുക, ഇത്തവണത്തെ ന്യൂ ഇയർ ചങ്ങനാശ്ശേരി തൂക്കി എന്നാണ് ഏറ്റവും കൂടുതൽ ക്യാപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ സ്പോൺസറും അതിൻ്റെ ഇവൻറ്റ് കോർഡിനേഷനിലും എൽസോൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്തും പ്രത്യേകിച്ച് കോട്ടയത്തുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് എൽസോളിന്. ബേസിക്കലി നമ്മൾ എൽസോൾ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ 3 കമ്പനിയാണുള്ളത്. ഒന്ന് എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അത് 2017 തുടങ്ങിയ 2017 പാർട്ണർഷിപ്പായിരുന്നു. അത് കഴിഞ്ഞാണ് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നത്. രണ്ടാമത് ട്രൂസ് ആൻഡ് ട്രേഡിംഗ് കമ്പനി, അതുപോലെ എൽസോൾ ക്രിയേഷൻസ്. ഇതിൽ എൽസോൾ പവർ സൊല്യൂഷൻസും ട്രൂസണ്ണും സോളാർ റിലേറ്റഡ് പ്രോഡക്ട്സ്, വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ പ്രോഡക്ട്സ് സോളാർ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ബിസിനസ്സിൽ ആയിരിക്കുന്ന കമ്പനിയാണ്. എൽസോൾ ക്രിയേഷൻസ് എന്നത് വേറൊരു വെർട്ടിക്കലാണ്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ് അതിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ 2017 ആദ്യം സോളാറിൻ്റെ ഡിവിഷനാണ് തുടങ്ങുന്നത്. അതിന് ശേഷമാണ് ഈ അഡീഷണൽ ഗ്രൂപ്പുകളും കൂടെ ആഡായി വന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ സോളാറിൻ്റെ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ റീസെൻ്റ്ലി UK-യിലും UAE-യിലും കൂടെ സോളാർ ഡിവിഷൻ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. അന്ന് മറ്റേ ബോണാനോ ഇവൻറ്റിന്, ന്യൂ ഇയർ ഇവൻറ്റിന് ചേട്ടൻ പറഞ്ഞല്ലോ, മറ്റേ വണ്ടി എടുത്തപ്പോൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിനെ പറ്റി ചേട്ടൻ ഒരുപാട് സംസാരിച്ചായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പുറകിലുള്ള ഒരു വാട്ട് മെയ്ഡ് യു അങ്ങനെ എടുക്കാനുള്ളൊരു സാഹചര്യം? മനസ്സിലായി. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് ഈ ഭൂമി മുഴുവൻ കൂടെ നിൽക്കുമെന്ന് നമ്മൾ നമ്മുടെ ആ ഒരു കോട്ടിൽ പറയുന്നതെന്ന് പറയുമ്പം എനിക്ക് കുറച്ചും കൂടെ അത് നമുക്ക് ദൈവം കൊണ്ടുതരും, അല്ലെ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് അത് അച്ചീവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് ചിന്ത വരാറുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ആദ്യം ഒരു ബൈക്ക് ആഗ്രഹിച്ചു, അത് കഴിഞ്ഞൊരു സ്വിഫ്റ്റ് കാർ ആഗ്രഹിച്ചു. അപ്പോൾ അത് അങ്ങനെ ഓരോരോ അല്ലെ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചു. അതൊക്കെ ദൈവം കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ലക്ഷറി എന്ന് പറയുമ്പം വേറൊരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ നാട്ടിലെ ഒരു രീതിയിൽ ലക്ഷറി എന്നറിയപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ബെൻസ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ വർഷം ദൈവം കൊണ്ട് തന്നു. അപ്പോൾ അതിന് നമ്പർ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്തായാലും ഇത്രയും പൈസയൊക്കെ മുടക്കി വണ്ടി മേടിച്ചു, എന്നാൽ ഇത്തിരി വെറൈറ്റി ഒരു ഫാൻസി നമ്പർ ആയാലോ എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ 6 എന്നുള്ള സീരീസായിരുന്നു ചങ്ങനാശ്ശേരി പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത്രയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്ത് നിന്നാൽ എസ് തുടങ്ങും. അപ്പോൾ ശില്പയായിരിക്കും. പലരും ശില്പയുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. നമ്മൾ സോളാർ ബിസിനസ്സാണല്ലോ ചെയ്യുന്നത്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. അപ്പോൾ എസ് എന്തുകൊണ്ടും കൂടുതൽ നല്ലതാണെന്ന് തോന്നി. പിന്നെ നമുക്ക് KL 33S എന്നാണ് ചങ്ങനാശ്ശേരിയുടെ കോഡ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എന്തെന്നുള്ളത് നോക്കുമ്പോൾ ഞാൻ 33 തന്നെയാണ് ചൂസ് ചെയ്തത്, 33S33. അപ്പോൾ അതിൽ നമ്മൾ ഒരു ബിബ്ലിക്കലായിട്ട് നോക്കിയാൽ ഈശോയുടെ ഈ ഭൂമിയിലെ ഉണ്ടായിരുന്ന 33 വർഷം, അതുപോലെ ഞാൻ ആ വണ്ടി വാങ്ങുമ്പോഴത്തെ എൻ്റെ പ്രായവും 33. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 100 സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങിയത്. ചങ്ങനാശ്ശേരി PMJ കോംപ്ലക്സിൽ ഒരു ചെരുപ്പ് കടയിൽ സെയിൽസ്മാനായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ് 2010-11 സമയത്ത്. അപ്പോൾ ആ നാട്ടിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി. നാഷണലി റെസിഡൻഷ്യൽ സോളാറിൽ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് 10 എന്ന നിലയിലേക്ക് വളർന്ന്, കേരളത്തിലെ ഒരു നമ്പർ 1 എന്ന നിലയിലേക്ക് വളർന്ന്, അത്രയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നപ്പോൾ ചങ്ങനാശ്ശേരിയോടൊരു നന്ദി, ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ആ ഒരു ഇവൻ്റ് ആണെങ്കിലും ഹോസ്റ്റ് ചെയ്തത്, ബോണാനോ ന്യൂ ഇയർ ഇവൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു 33 തന്നെ
സെക്കൻഡ് വാല്യൂം KL33S33 എന്ന് ചൂസ് ചെയ്ത്. ഈ സോളാറിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ടിൻസു പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ കേരളത്തിൽ ഇത്രയും ഔട്ട്ലെറ്റ്സുകളായി, കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെ ആയി എന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ ടിൻസുവിനെ അറിയാവുന്നവർക്കറിയാം, ടിൻസു ചങ്ങനാശ്ശേരിക്കാരനാണ്, കുറുമ്പനാട് അസംഷൻ ഇടവാംഗമാണ്. ഈ എൽസോൾ എന്ന പേരിൽ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? ആക്ച്വലി ഞാൻ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഇപ്പം ഞാനും റോബിനാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ട്നേഴ്സൊക്കെ ഒരു തീരെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ ഒരു നാട്ടും പുറത്താണ്, പൊങ്ങന്താനം എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അച്ചാച്ചനൊരു റബ്ബർ വെട്ടുകാരനായിരുന്നു, അമ്മ ജോലിയില്ല, അല്ല ചില സമയത്ത് ചെറിയ ഈ പൊടി ഐറ്റംസൊക്കെ വീടുകളിൽ കൊടുക്കും, അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ പള്ളിയുമായിട്ട് അടുത്തും ബന്ധപ്പെട്ടും ഒക്കെയാണ് പല ആക്ടിവിറ്റികൾ, ഇവൻറ്റ്സ് പോകുന്നത് വരുന്നത്. അങ്ങനെ ലൈഫിലൊരു ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ പള്ളിയും അതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം സൺഡേ സ്കൂളിലായിരിക്കുമ്പം സൺഡേ സ്കൂൾ, അതിൻ്റെ കുറേ പ്രോഗ്രാം ഗ്രൂപ്പുകൾ, അത് കഴിഞ്ഞ് യുവദീപ്തി, അല്ലെ അങ്ങനെ ഓരോരോ കാറ്റഗറി ഓഫ് ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം എനിക്ക് തന്നെ ഒരു ലീഡർഷിപ്പ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റുമെന്നൊരു തോന്നൽ വന്നത് തന്നെ ഡെഫിനറ്റായിട്ടും യുവദീപ്തി എന്ന പ്രസ്ഥാനത്തിലൂടെയാണ്. +2 വരെയുള്ള കാലത്തൊക്കെ അങ്ങനെ റോളൊന്നും എടുക്കാതെ പുറകിലൊക്കെ മാറി നിന്ന് ഒതുങ്ങിയുള്ള ഒരു ലൈനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ +2 കഴിഞ്ഞ് അടുത്തൊരു കോഴ്സിലോട്ട് ചേരുന്ന സമയത്ത് കുറച്ചും കൂടെ ഗ്യാപ്പ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ ആ സമയത്താണ് കുറച്ചും കൂടെ +1 +2ലും ഉണ്ടായിരുന്നു കുറേയൊക്കെ. യുവദീപ്തിയിൽ ചേട്ടന്മാരുടെയൊക്കെ കൂടെ നടന്ന് കുറച്ച് ആക്ടിവിറ്റികളിലൊക്കെ കൂടി അങ്ങനെ സ്റ്റാർ കച്ചവടം, അല്ലെങ്കിൽ പുൽക്കൂട് മത്സരം, കേക്ക് കച്ചവടം, അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റി, അല്ലെങ്കിൽ കുറച്ച് ചാരിറ്റി, അങ്ങനെ ഓരോ പ്രോഗ്രാമുകളിലൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവായി. അപ്പോൾ അതിൽ പതിയെ ആദ്യമാക്കുന്ന ഒരു റോളുണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പർ. അങ്ങനെ ഒരു ചെറിയ റോളിലോട്ട് ആദ്യം ഇട്ടു. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പയ്യൻ കൊള്ളാമല്ലോ, എന്നാൽ പിന്നെ ഇച്ചിരി കൂടെ അടുത്ത പോസ്റ്റ്, അങ്ങനെ അടുത്ത വർഷമാകുമ്പം വൈസ് പ്രസിഡൻ്റ് ആക്കി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രസിഡൻറ്റ് റോള് കിട്ടി. അങ്ങനെ അപ്പോൾ പ്രസിഡൻറ്റ് റോളെന്ന് പറയുമ്പോൾ യൂണിറ്റിൻ്റെ ഒരു മെയിൻ റോളാണ്. അപ്പോൾ അതിൽ ഓരോ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യണം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം, അങ്ങനെ ആക്ടിവിറ്റി, ഇവരെ മോട്ടിവേറ്റ് ചെയ്യണം, കൂട്ടിക്കൊണ്ട് പോകണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്താണ് ആ ഒരു ലീഡർഷിപ്പ് സ്കിൽസ് ഒരുപക്ഷെ ഇമ്പ്രൂവ് ആയത്. അപ്പോൾ അങ്ങനെ നാടുമായിട്ട് ഇണങ്ങി ഒത്തിരി പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ നാട്ടിൽ നിൽക്കണമെന്ന്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എല്ലാവരും ഈ പുറത്തോട്ട് പോകുക, എന്താ പറയുക, പുറത്ത് പോയാലേ രക്ഷപ്പെടുന്നുള്ളൂ, അല്ലെ പുറത്ത് പോയാലേ ലൈഫ് സക്സസ് ആകുന്നുള്ളതൊരു സ്റ്റൈലാണല്ലോ. അപ്പോൾ പക്ഷേ ഇങ്ങനെയും കൂടെയൊക്കെ ആയിരുന്നതുകൊണ്ട് നാടിനോടൊരു ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നു, നാട്ടിൽ നിൽക്കണം, അങ്ങനെ ഒരു ഇത് വന്നു. രണ്ടാമതായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഫീലൂടെയും കയറി വന്നു. അത് ഞാൻ ആക്ച്വലി ഇവിടെ ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിലാണ് BCom ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് വളഞ്ഞൊരു വഴിയാണ് പിടിച്ചത്. അത് കഴിഞ്ഞ് എൻജിനീയറിങ് ചെയ്യാൻ പോയി, പാലാ ചൂണ്ടച്ചേരിയിൽ. നോർമലി അങ്ങനെ ഒരു വേർഷം വരുന്നതല്ല. അപ്പോൾ എൻജിനീയറിങ് പഠനകാലത്താണെങ്കിലും ഓരോ ഐഡിയാസ്, ഓരോ കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണമെന്നൊരു തോട്ട് എപ്പോഴും വരുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ എംപ്ലോയി ആണെങ്കിൽ അത് ഏത് ലെവൽ എംപ്ലോയി ആണോ അതനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷനും ഇൻവോൾവ്മെൻറ്റും ഒരു പക്ഷേ ചിലപ്പം ഒരു ലിമിറ്റേഷൻസ് ചില കാര്യങ്ങളിൽ കാണും. അല്ലെ നമ്മുടെ ഐഡിയ അപ്പാടെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, മുകളിൽ നിന്ന് കട്ട് വീഴും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നത് കൊണ്ട് എൻജിനീയറിങ് പഠനകാലത്ത് തന്നെ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, മിന്നൽ രക്ഷാചാലകം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 3rd ഇയർ ആയപ്പോൾ കോളേജ് സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്ത്, അന്ന് എൻ്റെ കൂടെ ഇപ്പുറത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളാണ് ലിബിൻ എന്ന് പറയുന്നത് എൻ്റെ പാർട്ണർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിന്നെ നാട്ടിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു ജോച്ചേട്ടൻ എന്ന് പറയുന്നത്, ആളും കൂടെ കൂടിക്കൊണ്ട് പയ്യെ സോളാറിൻ്റെ ഒരു ബിസിനസ് തുടങ്ങി വെക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഇലക്ട്രിക്കൽ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യമാണല്ലോ. ആ രീതിക്കും ഒക്കെ ആയിട്ടാണ് പ്രസ്ഥാനം 2017 തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം. ഈ യുവദീപ്തി പള്ളിയായിട്ടും പള്ളി സംഘടനകളുമായിട്ട് വളർന്നു വന്നാണ് ഈ ലീഡർഷിപ്പ് സ്കിൽസ് തിരിച്ചറിയാൻ സാധിച്ചതെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ എങ്കിലും ഈ എൻജിനീയറിംഗ് പഠിത്തത്തിൻ്റെ കാലത്ത് ഇങ്ങനെ പതുക്കെ സോളാറിനെ കുറിച്ചൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും കേരളത്തിൽ സോളാർ ഇത്രയും ഡെവലപ്ഡ് ആകുന്നത് ഈ അടുത്ത കാലത്താണ്. ഒരുപക്ഷെ ടിൻസു ഇത് തുടങ്ങുന്ന 2017-18 കാലഘട്ടത്തിലാണ്.
അപ്പോൾ ഒരു 2015 മുതലും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ അന്ന് ഇന്നോട്ടുള്ള ഇത്രയും മാർക്കറ്റ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അല്ല, തീർച്ചയായും കുറവായിരുന്നു. അപ്പോൾ കുറവായിരുന്ന ആ സമയത്ത് എങ്ങനെയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ചിന്ത വരുന്നത്? അത് വലിയ റിസ്ക് അല്ലേ അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും ഫെമിലിയർ ആയത് നമ്മുടെ സരിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ഈ പേരറിയായിരുന്നു. പക്ഷേ ആ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് സോളാറുമായിട്ട് ചെല്ലുന്നവർ, ഈവൻ നമ്മുടെ അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി നമ്മൾ തുടങ്ങുന്ന സമയത്തും സോളാർ എന്ന് പറയുമ്പോൾ നമ്മളെ ചിലപ്പം കളിയാക്കും, അല്ലേ നിങ്ങൾ ഇതിൻ്റെ ആൾക്കാരാണോ, പ്രശ്നക്കാരാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു തുടക്ക സമയത്ത്. അപ്പോൾ നമ്മൾ ആ ഒരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ മാത്രമായിട്ടല്ലായിരുന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പല ടെക്നിക്കൽ പ്രോബ്ലംസിന് സൊല്യൂഷൻ എന്നുള്ളൊരു രീതിയിലായിരുന്നു ആദ്യം തുടങ്ങിയത്. ഉദാഹരണത്തിന് എൻ്റെ ചേട്ടൻ്റെ വീട് പണി ഞാൻ BCom കഴിഞ്ഞ സമയത്താണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വർക്കേഴ്സിനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് കുറേ ഗ്യാപ്പ് തോന്നി. അതായത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പലരും അറിയത്തില്ലാത്തവരാണോ നാട്ടിൽ ചെയ്യുന്നത്, ഇങ്ങനെ കണ്ടു കേട്ട് ചെറിയ രീതിയിൽ അങ്ങ് ചെയ്ത് പോവുകയാണ്. പക്ഷേ കുറച്ചും കൂടി ടെക്നോളജിയും സോഷ്യൽ മീഡിയയും അല്ലെ ഇൻഫർമേഷൻസും ഒക്കെ എടുത്ത് ചെയ്താൽ ഇത്തിരി കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ടല്ലോ എന്ന്, അതായത് നമുക്ക് സർവീസ് തരുന്നവരിൽ പൂർണ്ണ സംതൃപ്തി നമുക്ക് തന്നെ വരാതെ തോന്നി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലേക്ക് ഈ CCTV, ഇൻവേർട്ടർ ബാറ്ററി, സോളാർ പവർ സിസ്റ്റം, അത്തരത്തിൽ കുറച്ച് കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് ആണ് തുടക്കം വെച്ചത്. പിന്നീട് മുന്നോട്ട് വന്നപ്പം കുറച്ചും കൂടെ കോർ ഫോക്കസ് സോളാർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ആ സമയത്ത് ഇത്രയും ട്രാക്ഷൻ ഇല്ലായിരുന്നു, ഇത്രയും പ്രൊജക്ട്സും കാര്യങ്ങളൊന്നും നാട്ടിലില്ലായിരുന്നു. ഇപ്പം അന്ന് ഒരു പക്ഷേ അതൊരു ആഡംബര വസ്തു എന്നുള്ളൊരു കാറ്റഗറി കൂടെ ആയിരുന്നു. ഞങ്ങൾ തന്നെ പണ്ടൊക്കെ സെയിൽസിലുള്ളവരോട് അന്ന് പറയുമായിരുന്നു, എന്താ പറയുക, നല്ല ആഡംബര വണ്ടിയുള്ള വീട് നോക്കി കയറണം, സോളാർ വേണമെന്ന് ചോദിക്കണം, അല്ലെ വീട്ടിൽ കുറച്ച് AC ഒക്കെ ഔട്ട്ഡോർ യൂണിറ്റൊക്കെ കാണുന്നുണ്ട്, അങ്ങനെയുള്ളിടത്ത് കയറി ഞങ്ങൾ സോളാർ വെച്ച് തരട്ടെ ചോദിക്കണത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് റീസെൻ്റ്ലി 1-2 ഓർഡർ ഞങ്ങൾക്ക് വന്നതിൽ ഡെലിവറിക്ക് ചെന്നിട്ട് അവരുടെ വീട്ടിലോട്ട് പാനൽ കയറ്റാൻ വഴി സൗകര്യമില്ല, എന്നിട്ടും അവർ സോളാർ ചെയ്യുന്നുണ്ട്. ആ കാറ്റഗറിയിൽ പോലും ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് ആയിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് അത്രയും താഴേക്ക് വന്നു. സബ്സിഡി സ്കീംസ് കൂടുതലായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. കൊളാട്രൽ ഫ്രീ ആയിട്ട് ലോൺ ഓപ്ഷൻസ് ഇപ്പോൾ വന്നു. അത്തരത്തിൽ ഒത്തിരി അഡീഷണൽ അഡ്വാൻറ്റേജ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ അതുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സും ഒത്തിരി കൂടി. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛൻ ചോദിച്ചില്ലേ 2017-18 ആ സമയം, അന്ന് ചങ്ങനാശ്ശേരിയിൽ ഈ ബാറ്ററി ഇല്ലാത്ത സിസ്റ്റമാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടും ഉണ്ട്, ഹൈബ്രിഡിൻ്റെ ബാറ്ററി മോഡലും ഉണ്ട്. എങ്കിലും ഈ ഓൺ ഗ്രിഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം, ഈ KSEB-യുമായിട്ട് കണക്ട് ചെയ്യുന്ന സിസ്റ്റം, അന്ന് ചങ്ങനാശ്ശേരി ടൗണിൽ ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നു അന്ന് തുടക്കം ഒരു 1-2 പേരൊക്കെ ഉള്ളായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഈ ബാറ്ററി വെച്ചുള്ള പഴയ ടൈപ്പ് സോളാർ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു ചെറിയ ചങ്ങനാശ്ശേരി മാത്രം ഒരു 5 കിലോമീറ്റർ സർക്കിൾ എടുത്താൽ എനിക്ക് തോന്നുന്നു ഒരു 25 പേര് ഇത് ചെയ്യുന്നവരുണ്ട്. അപ്പം മാർക്കറ്റ് പൈ വലുതായപ്പോൾ കോമ്പറ്റീറ്റേഴ്സും കൂടി. അതോ കോമ്പറ്റീറ്റേഴ്സ് കൂടുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് കൂടുതലാണോ? രണ്ടും കണക്റ്റഡ് ആണല്ലോ. ഓപ്പർച്യൂണിറ്റി കൂടുമ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ബൈപ്പാസ് എടുത്താൽ അവിടെ ആദ്യം ഒരു ചായവാലയും 1-2 ചെറിയ ഷോപ്സ് വന്നു. അപ്പോൾ അവിടേക്ക് ആളുകൾ വന്നു, റീച്ച് വന്നു. അപ്പോൾ കൂടുതൽ ഷോപ്സ് വന്നു. ഷോപ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ വീണ്ടും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവുന്നു. അങ്ങനെ ഒരു നാച്ചുറൽ ഗ്രോത്ത് രണ്ടിടത്തും കൂടിയിട്ടുണ്ട്.